ബാലുച്ചേട്ടനും നീലു ചേച്ചിയുമായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പം എങ്ങും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ശ്രീകുമാരേട്ടനും തമ്മിലുണ്ട്. സത്യം എന്താണെന്നറിയില്ല, ആളുകൾക്ക് അറിയില്ല. ഇപ്പം കണ്ണൻചേട്ടൻ കണ്ടിട്ടുള്ള വേർഷൻ എന്താ? ഉപ്പും മുളകും വർഷങ്ങളായി ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഒരു പരിപാടി. ഈ ഒരു പരിപാടിയിൽ കുറെ കാലങ്ങളായിട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു പരിപാടിയിൽ നീലു എന്ന ക്യാരക്ടറിന്റെ അമ്മ വേഷം ചെയ്യുന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയമാണ് ആദ്യമേ ഒന്ന് പൊട്ടിയത്. അതിനുശേഷമാണെന്ന് തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടാൻ തുടങ്ങിയത്. അപ്പൊ അതിൽ ഈ മുടിയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഋഷിയൊക്കെ ആ ഒരു പരിപാടിയിൽ നിന്ന് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്, അതിനകത്ത് ഇപ്പൊ ഇല്ല. അപ്പം അതുമൊക്കെ ഇടയ്ക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയങ്ങളായിരുന്നു. ഇപ്പൊ അത് അവസാനമായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രശ്നം, അത് വേറൊന്നുമല്ല, നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞതുമായിരിക്കും. അതായത് അതിലെ തന്നെ ബാലുച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു വൺ ഓഫ് ദ ലീഡ് റോൾ ചെയ്യുന്ന ബിജു സോപാനം, അതുപോലെ തന്നെ കുട്ടുമാമൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്ന ശ്രീകാന്തിനുമെതിരെ അതിലെ തന്നെ ഒരു അഭിനയിക്കുന്ന ഒരു സ്ത്രീ കൊണ്ടുവന്ന് ഒരു പീഡന പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈംഗികമായി അവരെ എന്തൊക്കെയോ ബുദ്ധിമുട്ടിച്ചു, അത് കൂടാതെ എന്തോ വീഡിയോ എടുത്തു എന്നൊക്കെ പറഞ്ഞൊരു കേസ് ഇങ്ങനെ കിടപ്പുണ്ട്. അതിന്റെ പേരിൽ ഇപ്പൊ അവരാരും ആ ഒരു സീരിയലിൽ ഇല്ല. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. വേറൊന്നുമല്ല, അതിലെ തന്നെ ഒരു ക്യാരക്ടർ ബാസ്യങ്കിൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്ന കണ്ണൻ എന്ന് പറയുന്ന ആ ഒരു സീരിയലിന്റെ റൈറ്റർ കൂടെയാണ്. പുള്ളി ഒരു ചാനലിൽ വന്നിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടാതെ ആദ്യമായിട്ട് അതിലെ ഒരു വ്യക്തിയുടെ, ഒരു സ്ത്രീയുടെ പേര് അത് എങ്ങും പറഞ്ഞ് ഈ അടുത്തെങ്ങും ഞാൻ എങ്ങും കേട്ടിട്ടില്ല ആരും എങ്ങും, കാരണം അതൊരു കേസായിട്ട് നടക്കുകയാണ്. പക്ഷെ ഈ ഒരു ഇന്റർവ്യൂവിൽ ആ ഒരു ആങ്കർ ആ ഒരു സ്ത്രീയുടെ പേരൊക്കെ പറയുന്നത് കേട്ടു. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും കുറച്ച് കാര്യങ്ങൾ അതിനുശേഷം ഇവർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണൻ എന്ന് പറയുന്ന ചേട്ടൻ, അതായത് നമ്മുടെ ബാസ്യങ്കിൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഈ ഒരു പ്രശ്നം, ഈ ഒരു പീഡന പരാതി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഋഷി അവിടുന്ന് പോയതും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്തിരിക്കാൻ നമ്മുടെ പറ്റത്തില്ല. ചേട്ടൻ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. ചേട്ടന്റെ അന്നം അവിടെയാണ്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷൻസ് ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഒരു കാര്യം ഇതിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഈ പലപ്പോഴും പറയണം തോന്നിയിട്ടുണ്ട്, ഇത് എസ്പെഷ്യലി അതൊരു വെറുതെ ഒരു ഭംഗിയാക്കുന്നില്ല. ഈ ചാനൽ അവർ ഇത് ഈ പരിപാടിക്ക് വേണ്ടി അവർ ചെയ്തൊരു കാര്യം ഒരിക്കലും പെട്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. എന്ത് പ്രതിസന്ധികളോ തെറ്റുകുറ്റങ്ങളോ നമ്മളിൽ നിന്നുണ്ടായാൽ പോലും ഇതിനെ നിർത്താതെയും വീണ്ടും, എസ്പെഷ്യലി ശ്രീകണ്ഠ സാറ്, ഇപ്പം നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ. അപ്പോ ബാസ്യങ്കിൾ പറയുന്ന ഒരു കാര്യം, അതായത് ചാനൽ സപ്പോർട്ട് ചെയ്ത് എന്തൊക്കെ തെണ്ടിത്തരം അവിടെ നടക്കുന്ന കണ്ടാലും ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാനൽ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിലെ വൺ ഓഫ് ദ ടോപ്പ് ഒരു പരിപാടിയാണത് ഈ ഉപ്പുമുളക് എന്ന് പറയുന്നത്. ഒരു ടൈപ്പ് ഓഫ് സീരിയൽ, പക്ഷെ ഭയങ്കര എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സീരിയൽ, അങ്ങനെ തന്നെ പറയണം അല്ലേ? എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊക്കെ ഒരു സ്ഥിരം പ്രേക്ഷകരായിരുന്നു. ഇപ്പൊ എനിക്ക് സ്ഥിരം കാണാൻ പറ്റിയില്ലെങ്കിലും കിട്ടുന്ന ഗ്യാപ്പിൽ ചില എപ്പിസോഡൊന്നും ഞാൻ മിസ് ചെയ്യാറില്ല, ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. അതുപോലെ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ് അത്. അതുകൊണ്ട് തന്നെ ആ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. അത് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ, അതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് ഫ്ലവേഴ്സ് ചാനൽ കൂടെ നിന്നേ പറ്റുള്ളൂ. വേറെ ഞാൻ കണ്ടിട്ടില്ല ഒരു ടി വിയിൽ വരുന്ന ഒരു പ്രോഗ്രാം ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിയില്ല. നല്ല രസമാണ് ഇവരെ. നമ്മുടെ ഒരു കുടുംബം എങ്ങനെയായിരിക്കണം, ഒരു കുടുംബത്തിൽ ഇങ്ങനെയുള്ള രസങ്ങൾ, ചെറിയ ചെറിയ രസങ്ങളൊക്കെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചെറിയ ചെറിയ തമാശകളൊക്കെ വേണമെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും എല്ലായിടത്തും കാണാറില്ല. പക്ഷെ അത് ഈ സീരിയലിൽ നടക്കുന്നത് നമുക്ക് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. സോ ഫ്ലവേഴ്സ് ചാനലിൽ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്തേക്ക് ഇതുപോലുള്ള ചില പീഡന പരാമർശമോ അതും ഇതുമൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്. കാരണം അതൊരു കേസായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെ ഇതിനകത്ത് കൊണ്ടൊന്നും ഇട്ടിട്ട് പറ്റത്തില്ല. അതല്ലാതെ ബാക്കി എൻ്റെ ഒരു അറിവിൽ എനിക്ക് തോന്നുന്നു അവർ നല്ല രീതിയിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. അത് നല്ല കാര്യം തന്നെയല്ലേ? നമുക്ക് ബാക്കി കേൾക്കാം. അതിനെ പിന്നെ പൊക്കിപ്പിടിച്ചൊന്നും പറയേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. എന്തായാലും ബാക്കി കേൾക്കാം. ഇപ്പം മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് വിട്ടുപോയ ഒരാളുണ്ട്. മനഃപൂർവ്വമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. മുടിയന് വേണ്ടിയിട്ട് ഡെയിലി മെസ്സേജ് അയക്കുന്ന ആൾക്കാർ പേഴ്സണലി ഭയങ്കര ബന്ധമാണ്. അതിനുശേഷം വിളിക്കാറുണ്ട്. അപ്പം നേരത്തെ ഉള്ളപ്പോഴും അറിയാം. അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോൾ അല്ല, ആ സമയത്തും അതെ, ഇപ്പോഴും അപൂർവമായിട്ടൊക്കെ വിളിക്കാറുണ്ട്. അപ്പം നല്ല, സത്യം പറഞ്ഞാൽ അന്നൊക്കെ ഉള്ളപ്പോഴത്തേക്കും കണ്ണമ്മാമ എന്ന് വിളിച്ചാൽ അത് അങ്ങനെ തന്നെ ആയിരുന്നു.
അദ്ദേഹം പെരുമാറിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഒരു കാര്യം ഏഷ്യാനെറ്റുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് ഉണ്ട് എന്നുള്ളതാണ് ഞാനും പറഞ്ഞു കേൾക്കുന്നത്. ഓക്കെ, അതും ഇപ്പൊ എനിക്ക് തോന്നുന്നു 1 year കഴിഞ്ഞു ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മേ ബി ഇതിന്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കോൺട്രാക്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മുടിയനെ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർ അങ്ങനെ സംഭവിക്കട്ടെ. എനിക്ക് തോന്നുന്നു അവന് പറയാനോ അല്ലെങ്കിൽ ചാനലിനോ ഒക്കെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ തിരിച്ചു വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം എല്ലാ പ്രേക്ഷകരും വിട്ടിട്ട് ഞാനും ഇതിനെ മാറിയെന്ന് കാണുമ്പോൾ ഞാനും ആഗ്രഹിക്കില്ലേ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. അതാണ് സത്യം. പക്ഷേ എടുത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം, ഇതുവരെ പറഞ്ഞു വിട്ടുപോയത് വ്യക്തികളെ വിട്ടുപോകുന്നതിൽ അപ്പോഴും പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചാനല് പലപ്പോൾ പോലും നമ്മൾ സ്വാഭാവികമാണല്ലോ വർഷങ്ങളെയും. എന്നാലും ഇപ്പോഴും എന്തെങ്കിലും അബദ്ധം പറ്റിയാലും അവിടെ ചാനലാരെയും വിളിച്ചിട്ട് ചേട്ടാ ഞാനാണ് സാറേ ഞാനാണ് നാടെ നടക്കട്ടെ ഭംഗിയായിട്ട് പോട്ടെന്ന് പറഞ്ഞ് ആ ഒരു ചാനലിന്റെ. അപ്പൊ ബാസ്യങ്കിള് നല്ല നൈസായിട്ട് ചാനലിന്റെ ബൂസ്റ്റ് ആയിട്ടുള്ള എല്ലാ പരിപാടിയും അവിടെ നടത്തുന്നുണ്ട്. അത് പുള്ളിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. പുള്ളിയുടെ അന്നം അവിടെയാണ്, അതുകൊണ്ട് പുള്ളി ചെയ്യും. ഞാൻ അതിനകത്തൊരു തെറ്റും കാണുന്നില്ല. അപ്പം മുടിയന്റെ കേസ് പറഞ്ഞു വന്നിട്ടുണ്ട് ഇവിടെ. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കുട്ടികളെ പറ്റിയൊക്കെ ചോദിച്ചപ്പോഴത്തേക്കാണ് മുടിയന്റെ കേസിലോട്ട് വന്നത്. എന്താണ് മുടിയൻ വരാത്തത്, മുടിയൻ തിരിച്ചു വരുമോ എന്നുള്ളൊരു ചോദ്യം ഒരുപാട് ആളുകൾ പറയുന്നൊരു അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ആ പയ്യൻ വരാത്തത് എന്നുള്ളത്. കാരണം അവനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക് ഈ ഒരു സീരിയൽ വഴി കാണാനായിട്ട്. അപ്പൊ അതിനുള്ളൊരു മറുപടി, ഇത് അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പുള്ളി പറയുന്നത്. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട്. അതായത് ഈ നമ്മുടെ എന്താണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ലാസ്റ്റ് സീസണിൽ ആ പയ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അവൻ ഇതിനകത്തോട്ട് വരാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനകത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ചാനലുമായി അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയുമായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവൻ അവിടെ നിന്ന് പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ബിഗ് ബോസ് ഇപ്പൊ കഴിയുകയും ചെയ്തു, എന്നിട്ടും അവൻ വന്നില്ല. അവൻ തിരിച്ചു വരുന്ന കാര്യത്തിലും സംശയങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് കണക്ക് തന്നെ അവൻ തന്നെ ഫ്ലവേഴ്സ് ചാനലിലേക്ക് വല്ലതും വിളിച്ച്, അതായത് എന്തോ പോഷ ചെറിയ പരിപാടികൾ അവിടെ നടന്നിട്ടുണ്ടോ, ഈഗോ എന്തെങ്കിലും ക്ലാഷസ് ആയിരിക്കാം, പൈസയുടെ പ്രശ്നമായിരിക്കാം. അപ്പൊ അത് അവൻ തന്നെ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കണം. ചേട്ടാ ഞാനിവിടെ ഉണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവനെ തിരിച്ചു വിളിക്കും. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഋഷിക്ക് അങ്ങനെ ഒരു ടോക്കിന് ഒരു താല്പര്യം കാണത്തില്ല. അവൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഒരു താല്പര്യം ഇല്ലെങ്കിൽ അതിനകത്ത് ഇപ്പൊ അവനെ കുറ്റം പറയാൻ പറ്റുമോ? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് കാണുമല്ലോ. പിന്നെ ഈഗോ ക്ലാഷസ് എവിടെയാണെങ്കിലും ഉണ്ടാവും. ഈ ചേട്ടനത് പറയുന്നുണ്ട് നല്ല വ്യക്തമായിട്ട്. ഈഗോ ക്ലാഷൻസ് ഇപ്പം പുള്ളിക്കൊക്കെ ആവശ്യമുള്ളത് തന്നെ, പുള്ളിയാണ് അതിന്റെ റൈറ്റർ. പുള്ളി അപ്പം അതൊക്കെ നോക്കിയും കണ്ടും എവിടെയാണെങ്കിലും നമ്മൾ നോക്കിയും കണ്ട് നിൽക്കണം. പക്ഷെ ചില സ്ഥലത്ത് ഈഗോസ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ എല്ലായിടത്തും വരും. അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ മുടിയൻ അവിടുന്ന് മാറിയിരിക്കുന്നത്. അല്ലാതെ ബിഗ് ബോസ് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് കഴിഞ്ഞു. പിന്നെ അതിന് മുമ്പ് തന്നെ അവൻ അവിടുന്ന് വഴക്ക് വിട്ടു പോയതൊക്കെ നമുക്ക് അറിയാം. എന്തായാലും ബാക്കി കേക്ക്. അപ്പം ഇവിടുന്ന് മുടിയനുമായിട്ടുള്ള ഒരു വിഷയം സംസാരിക്കുകയാണെങ്കിൽ, ഇടയ്ക്കൊരു വിഷയം ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റിൽ, അങ്ങനെ ആയതുകൊണ്ട് ആ ഒരു പോർഷൻ അഭിനയിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഞാനത് കൂടുതൽ ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നില്ല. അപ്പം ശരിക്കും അന്ന് കണ്ണൻചേട്ടനുണ്ടോ? കണ്ണൻചേട്ടനല്ല എഴുതിയത്. ഞാനപ്പം ഇത് തുടങ്ങുമ്പോഴാണ് ആ ഒരു ഇത് വരുമ്പോഴാണ് ഈ മുറയുടെ ഷൂട്ട് വന്നത് തുടങ്ങുന്നത്. അപ്പം അതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് നമ്മളൊരു ഭയങ്കര വിഷയമായിട്ട് എടുക്കാതെ ചില അഭിപ്രായ ഭിന്നതകളും ചില സ്വരച്ചേർച്ചയില്ല ലോകത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് ദീർഘകാലം നടന്നു പോകുന്ന കുടുംബത്തിനകത്ത് ഉള്ളൂ. അതിനെ അങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനൊരു വലിയ ക്രൂരമായ ഒരു ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു വിഷയമായിട്ട് കാണാൻ. പക്ഷെ ഭയങ്കര ചർച്ചയായിരുന്നു, എല്ലായിടത്തും ഭയങ്കര ചർച്ചയായിരുന്നു. പല ഫോൺ കോളുകളിൽ വരുന്നു. ഈ റിയാക്ഷൻ വീഡിയോസിലൊക്കെ ഇത് മാത്രമായിരുന്നു എന്നുള്ളതാണ്. അപ്പം ജനങ്ങൾ ആവശ്യത അത്രത്തോളം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ വരുമ്പോൾ ഇതിൽ സംസാരിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും ഞാൻ ചോദിക്കാണ്. അതിലേക്ക് നമുക്ക് വരാം. ആ കുട്ടി ചോദിക്കാൻ പോകുന്ന കാര്യം നമുക്ക് കേൾക്കാം. അതിന് മുന്നേ മുടിയന്റെ കേസ് ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. അപ്പോൾ വേറൊന്നും അല്ല, പുള്ളി തന്നെ പറയുന്നത് കേട്ടില്ലേ, ലൈക്ക് കാണും പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും കാണും. അവനും ചിലപ്പോൾ ആ ഒരു എന്താണ് ഫ്ലവേഴ്സിലെ ക്രൂ മെമ്പേഴ്സുമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതേ ഉള്ളൂ. നമ്മളെ ഒരുപാട് പേര് ആ സമയത്ത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ സംസാരിച്ചൊരു കാര്യമാണ്, വേറെ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംഗതി ഇതാണ്, അവർ തമ്മിൽ എന്തോ ഒരു ഈഗോ ക്ലാഷ് പൊട്ടി. അതുകൊണ്ട് തന്നെ ഇനി അവൻ അതിനകത്തേക്ക് വരുമോന്ന്. ഇപ്പൊ ഈ ചേട്ടൻ ഇപ്പൊ റൈറ്ററാണ്, ഇദ്ദേഹം വിചാരിച്ചുകൊണ്ട് മാത്രം അവൻ ചിലപ്പോൾ അതിനകത്തോട്ട് വരണമെന്നില്ല. മനസ്സിലായില്ല? ചിലപ്പോൾ ഇയാളുമായിട്ടൊക്കെ നല്ല കോൺടാക്റ്റിലാണ്, ഒരു കുഴപ്പമില്ല. അത് നമ്മൾ അതിനകത്ത് ഇവരെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവാറുണ്ട്. പുറത്തും പുള്ളി തന്നെ പറയുന്നുണ്ട്, നമ്മളൊക്കെ വല്ലപ്പോഴും വിളിക്കുന്ന ആൾക്കാരാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ചിലപ്പോൾ അതിനകത്തുള്ള വേറെ ആരെങ്കിലും ആയിട്ട്, വേറെ ഡയറക്ടറോ അല്ലെങ്കിൽ വേറെ അതിനകത്ത് ടെക്നീഷ്യൻസോ ഇല്ലെങ്കിൽ ഈ ഒരു പരിപാടിയുടെ പ്രൊഡ്യൂസേഴ്സോ ആരെങ്കിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഈഗോ ക്ലാഷസ് ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും ആ ഒരു പയ്യൻ തിരിച്ച് അതിനകത്തേക്ക് വരാത്തത്. ഇത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവും, പുതുമയൊന്നുമല്ല. പിന്നെ ഇനി വരുന്ന ചോദ്യം അത് നിങ്ങളൊന്ന് കേക്ക്.
ബാലുച്ചേട്ടനും നീലു ചേച്ചിയുമായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പം എങ്ങും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ശ്രീകുമാരേട്ടനും തമ്മിലുണ്ട്. സത്യം എന്താണെന്ന് അറിയില്ല, ആളുകൾക്ക് അറിയില്ല. ഇപ്പം കണ്ണൻചേട്ടൻ കണ്ടിട്ടുള്ള വേർഷൻ എന്തായിരിക്കും? ഇല്ല, ഞാൻ കണ്ടിട്ടുള്ള വേർഷൻ ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു. കാര്യം നമ്മുടെ ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിരുന്നു. ശരി. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ ആരെ തെറ്റായിട്ട് വേണം കാണുന്നില്ല. എനിക്കത് പിന്നെ ഈ പറഞ്ഞ പോലെ അവർ വരുന്നതും വരാത്തതും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അവരും ചാനലും ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാനിവിടെ കാര്യം എൻ്റെ ഒരു ലോങ് ഫ്രണ്ട്ഷിപ്പാണ് കാണുന്നത് ഞാൻ. അപ്പം ഇതിനിടയ്ക്കാണ് ഈ പ്രൊമോഷൻ ആ സമയത്ത് നമ്മുടെ സിനിമയുടെ അങ്ങനെ അതുകൊണ്ട് തീർത്ത് ഞാനത് പിന്നെ ഒരു താരത്തിൽ ചോദിച്ച് പിന്നെ അത് വഷളാക്കാൻ പോകുന്ന ഒരു സ്വഭാവം. പിന്നീട് ഈ ബാലച്ചേട്ടനോടോ നീൽ ചേച്ചിയോടോ ശ്രീകുട്ടൻ ഏട്ടനോടോ ഒന്നും ചോദിച്ചിട്ടില്ല? ഇല്ല, ബാലുവൊക്കെ അടുത്ത സുഹൃത്താണ്. ബാലുവൊക്കെ അടുത്ത സുഹൃത്ത്. പിന്നെ വിഷയങ്ങൾ എന്താണെന്ന് ഞാൻ അങ്ങനെ ഇത് നമ്മൾ അവരെ മാനസികമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് മറ്റ് കേസിന് വഴക്കിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് ചർച്ച ചെയ്ത് വെറുതെ ആൾക്കാർ ഇത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. കണ്ണൻ ചേട്ടന് അത്യാവശ്യം നല്ല ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ്. പുള്ളി ഒന്നിനും പിടുത്തം കൊടുക്കാതെ നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നൈസായിട്ട് അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ ഇവർ ചോദിച്ച ആ ഒരു ചോദ്യം അത് എനിക്കറിയില്ല, ചിലപ്പം കറക്റ്റ് ആയിരിക്കും, അങ്ങനെ പറയാമായിരിക്കാം. പക്ഷെ എനിക്ക് എന്തായാലും ഒരു സംശയം തോന്നി. കാരണം വേറെ എങ്ങും ആ ഒരു ആരാണോ അവർ ആ സ്ത്രീയുടെ പേര് എങ്ങും ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല. ആ ഒരു ക്യാരക്ടറൈസ് ആണെങ്കിൽ പോലും ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കെല്ലാം അറിയാം. പക്ഷെ അതിൽ കേസിലിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ പറയാമോ എന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ വീഡിയോയുടെ തമ്മിൽ ചിലപ്പോൾ ഫോട്ടോ വെക്കുന്ന പോലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ ചിലപ്പോൾ എടുത്തങ്ങ് മാറ്റാം. പക്ഷെ എന്നാലും ഈ പറഞ്ഞു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംശയം എനിക്ക് തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാം. അങ്ങനെ പേരൊക്കെ പറയുന്നതിനകത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കേസൊക്കെ ഉള്ളതാണല്ലോ. പിന്നെ ഈ ഒരു കാര്യം ഇനി വീണ്ടും 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 ബാലുച്ചേട്ടൻ്റെ കേസോ അല്ലെങ്കിൽ നമ്മുടെ നിയമം അങ്ങനെ ആണല്ലോ, സ്ത്രീയുടെ പേര് പറയാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനത് എങ്ങും കേട്ടിട്ടുമില്ല, വേറെ ആരും എങ്ങും പറഞ്ഞ് കേട്ടിട്ടില്ല. അതായത് ഈ സ്ത്രീയുടെ പേരെടുത്ത് പരാമർശിക്കുന്നത് അല്ലെങ്കിൽ അത് വെച്ചൊരു ചോദ്യം ചോദിക്കുന്നത്. പിന്നെ ആ ഒരു ചോദ്യത്തിനാണെങ്കിലും പുള്ളിയുടെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞാണൊക്കെ പുള്ളിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. പുള്ളി അവിടെ റൈറ്ററാണ്, പുള്ളി അവിടെ കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കി പുള്ളി ഇരിക്കാറില്ല. പുള്ളി വരും, പുള്ളിയുടെ പണി തീർക്കും, പുള്ളി പോവും. ആരോടും എനിക്കൊന്നുമില്ല. ബാലുവൊക്കെ എൻ്റെ നല്ല സുഹൃത്താണ്. പിന്നെ ബാലുച്ചേട്ടനെ പറ്റി പൊതുവെ അങ്ങനെ ആരും മോശം പറഞ്ഞും ഞാനും കേട്ടിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം. കണ്ണൻചേട്ടൻ്റെ ഒരു വേർഷൻ ഉണ്ടാവുമല്ലോ ഇതിൽ. ബാലു എന്ന ആത്മാർത്ഥ സുഹൃത്ത്, ശ്രീകുടൻ എന്ന സുഹൃത്ത്. അപ്പൊ രണ്ട് സുഹൃത്തുക്കളാണ് ഇങ്ങനെ നിൽക്കുന്നത് കേസിൽ പെട്ടിട്ട്. അല്ലെങ്കിൽ എന്താണെന്നറിയാം, അതിപ്പോ നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിച്ച് ഇതാക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ അത്രയും ഇത് ഒഴിവാക്കുന്നതായിരിക്കില്ല നല്ലത്. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളതാണ്. നമ്മൾ അത്തരം വിഷയം പോലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എങ്കിലും നമ്മളതൊക്കെ ചോദിച്ചതിന് അതാണ് ഞാൻ ചേട്ടനോട് പെർമിഷൻ എടുത്തിട്ട് ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. വെറുതെ നമ്മൾ ആൾക്കാരോട് ആരുടെ വിരോധം ഉണ്ടാക്കാതെ പോകുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായി. നമുക്കതൊക്കെ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ തെറ്റി അങ്ങനെയൊക്കെ ഉള്ള ഇത് വേണ്ട. കാര്യം ഞാൻ പ്രത്യേകിച്ച് ഇവിടെ വന്നിരുന്നു ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല എന്നുള്ള മറ്റൊരു സത്യം ഇവിടെ ഉള്ളവർക്ക് അറിയാം. ഇപ്പുറത്തെ റൂമിൽ തുടങ്ങി കഴിഞ്ഞാൽ എഴുത്തോടെ എഴുത്തായിരിക്കും ചേട്ടൻ. പക്ഷെ കാര്യങ്ങളൊക്കെ ചേട്ടനും അറിയായിരിക്കും, പക്ഷെ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ശ്രീകുമാർ ആണെങ്കിലും ശരി, ബാലു ആണെങ്കിലും ശരി, അവർക്ക് തന്നെ ഒരു പരിധിയിൽ കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ അതിനകത്തുള്ളവരുടെ കാര്യമോ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ചാനലിൽ നിന്നൊക്കെ നല്ല വിമർശനങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവർക്ക് പറയേണ്ട കാര്യമില്ല, അവരവരുടെ ജോലി ചെയ്തങ്ങ് പോവുകയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അവരോട് പ്രത്യേകിച്ച് ഈ പേരെടുത്ത് ചോദിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷേ ഈ ഒരു ചാനലിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്താണെങ്കിലും അവർക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അതായത് ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല, ഞങ്ങൾ ഞങ്ങളുടെ പണിക്ക് വരുന്നു, പണി തീർക്കുന്നു, പോകുന്നു. അതിപ്പോൾ എല്ലാവരും അത്രേ പറയുള്ളൂ. അതിനകത്ത് ആരാണെങ്കിലും എത്രയൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞാലും അതിനകത്ത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരൊരു സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? പിന്നെ മുടിയന്റെ കേസൊക്കെ, മുടിയൻ ഇനി വരുന്ന കാര്യമൊക്കെ സംശയമായിരിക്കും. ഇല്ലെങ്കിൽ മുടിയൻ തന്നെ അങ്ങോട്ട് പോയി ചിലപ്പോൾ ആ ഒരു ഈഗോ എന്താണെങ്കിലും അത് പറഞ്ഞു തീർക്കേണ്ടി വരും. അതൊക്കെ ആ പയ്യൻ ചെയ്യുമോ എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അവൻ അതിൻ്റെ കാര്യമില്ല. ഇനിയിപ്പം അതങ്ങനെയാണ്. പിന്നെ അത്രയ്ക്കും ആവശ്യമുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു പോയി സംസാരിച്ചെല്ലാം ഓക്കെ ആകും. മുടിയൻ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ്. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.